കണ്ണൂർ കോർപ്പറേഷനിലേക്ക് പോവാം. അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് PK രാഗേഷ്. ഐക്യജനാധിപത്യ സംരക്ഷണ സമിതിയുടെ പേരിൽ 15 ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് PK രാഗേഷിന്റെ നീക്കം. LDF-മായി ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല എന്ന് കൂടി പറയുന്നു. ചർച്ച നടത്തിയെന്ന LDF കൺവീനറുടെ വാദം തെറ്റാണെന്നാണ് PK രാഗേഷ്. കണ്ണൂരിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ഒരു വിഭാഗം നേതാക്കളുടെ കോക്കസ് ആണ്. ഇവരുടെ നിഷേധാത്മക നിലപാടിനെതിരെയാണ് പോരാട്ടമെന്നും PK രാഗേഷ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. 2015 കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിക്കപ്പെട്ട ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ കണ്ണൂർ കോർപ്പറേഷനിലെ കറുത്ത കുതിര എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് PK രാഗേഷ്. അന്ന് കോൺഗ്രസ് വിമതനായി മത്സരിച്ചു. പിന്നീട് ഭരണം നിയന്ത്രിക്കുന്നതിലെ പ്രധാന വ്യക്തിയായി മാറിയ PK രാഗേഷ് ഇത്തവണയും 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തവണയും അതേ ഒരു നിർണായക ശക്തിയായി മാറുകയാണ്. LDF പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം LDF കൺവീനർ ഈ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. PK രാഗേഷിന്റെ രാജീവ് കൾച്ചറൽ ഫോറം എന്ന് പറയുന്ന ആ സംഘടനയുമായിട്ടാണ് CPM അതുപോലെ തന്നെ ഇടതുമുന്നണിയും ചർച്ച നടത്തി വരുന്നത്. ഏതായാലും PK രാഗേഷ് ഇപ്പം നമ്മോടൊപ്പം ചേരുകയാണ്. 2015 ശേഷം വീണ്ടും ഒരു നിർണായക ശക്തിയായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സഖ്യ ആലോചനകളും മറ്റും നടന്നിട്ടുണ്ടോ? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുക? കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണി ഉമ്മൻചാണ്ടി സർക്കാർ ഉൾപ്പെടെയാണ് കണ്ണൂരിനെ കോർപ്പറേഷനാക്കി മാറ്റിയത്. ആ കോർപ്പറേഷൻ UDF ഭരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് പുതുതായി ഒരു കോർപ്പറേഷൻ രൂപീകരിച്ചത്. പക്ഷേ ആ ആഗ്രഹങ്ങളൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് കണ്ണൂരിലെ UDFന്റെ നേതൃത്വം അന്ന് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ 3-2 ഭൂരിപക്ഷം ലഭിക്കേണ്ട കണ്ണൂർ കോർപ്പറേഷൻ UDFന് നഷ്ടപ്പെട്ടത് ജില്ലാ നേതൃത്വത്തിൻ്റെ പിടിപ്പുകോടുകൊണ്ടാണ്. അത് വീണ്ടും ആവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് 2025 എത്തുമ്പോഴത്തേക്ക് വീണ്ടും കൊണ്ടുപോകുന്നത്. ഇത് കോൺഗ്രസിൻ്റെ ആകെ ഉള്ള നേതാക്കന്മാരുടെ തീരുമാനമല്ല. 3-4 പേരുടെ ഒരു കോക്കസാണ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസ് നേതൃത്വം എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് നിർത്താനുള്ള പ്രവർത്തനമല്ല അവർ നടത്തുന്നത്. ഒരു വിഭാഗത്തെ പിണക്കി മാറ്റി അടർത്തി പുറത്തേക്ക് തള്ളിവിട്ടുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം ഇത് ഭരിക്കാം എന്നുള്ള അവരുടെ വ്യാമോഹമാണ് ഈ ചിന്തകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. PK രാഗേഷിന്റെ പിന്തുണ ഇപ്പോൾ പൂർണ്ണമായിട്ട് LDF എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയോ? ഒരിക്കലുമില്ല. ഞങ്ങൾ ഇന്നലെ രാത്രി ഞാനും കണ്ണൂരിലെ N ചന്ദ്രൻ്റെ പ്രസ്താവന കണ്ടു. ഞങ്ങൾ സംസാരിച്ചു. ഞാനും അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ഇതുവരെയായി അത്രയും ഒരു ചർച്ചകളും ആരുമായി നടത്തിയില്ല. അപ്പോൾ നമ്മൾ മത്സരിക്കുന്ന സംവിധാനം അത് ഈ പറയുന്ന 56 ഡിവിഷനുകളിൽ മത്സരിക്കുക അല്ല, എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു? നമ്മളെ സംബന്ധിച്ചിടത്തോളം 56 ഡിവിഷനുകളിൽ മത്സരിക്കണമെന്നാണ് നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം. അഴിമതിരഹിത ഭരണത്തിന് ആഗ്രഹിക്കുന്നവരും അതോടൊപ്പം തന്നെ വികസനത്തിന് 2030 വിഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 2030 വിഷൻ ഉൾപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ നമ്മൾ കൂട്ടും. നമ്മളിപ്പോൾ ഏകദേശം 15-ലധികം സ്ഥാനാർത്ഥികളെ ഐക്യജനാധിപത്യ സംരക്ഷണ സമിതിയുടെ ലേബലിൽ മത്സരിപ്പിക്കുന്നതിന് ഏകദേശം ധാരണയായിട്ടുണ്ട്. ക്യാമറാമാൻ രാജേഷ് വടയൂർക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ വൺ. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ പലയിടത്തും സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനമൊക്കെ നടക്കുമ്പോൾ പലയിടത്തും തർക്കങ്ങൾ കൂടെ തുടരുന്നു എന്നുള്ള സങ്കീർണമായ അവസ്ഥയുണ്ട് പലയിടങ്ങളിലും. ഇപ്പോൾ PK രാഗേഷ് പണ്ട് കോൺഗ്രസിലായിരുന്നയാളാണ്. കോൺഗ്രസ് വിട്ട് വിമതനായി അപ്പുറത്തേക്ക് മാറിയതാണ്. PK രാഗേഷുമായി LDF ചർച്ച നടത്തുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം LDF കൺവീനർ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം തള്ളുകയാണ്. പക്ഷെ കോൺഗ്രസിന് ഇദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവരാനുള്ള യാതൊരു നീക്കമില്ല. അതുകൊണ്ട് ഇനി ഏത് പാളയത്തിൽ ചെന്ന് ചേക്കേറും എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകളുണ്ട്. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തുടരാമല്ലേ? ഇടവേളയ്ക്ക് ശേഷം നാട്ടുവോട്ടിലേക്ക്.